ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ LCMഉം HCFഉം എങ്ങനെ കണ്ടുപിടിക്കണം നോക്കാം. ഈ LCM HCF കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. പക്ഷെ ആ സമയത്തിന് നമുക്കൊരു കൺഫ്യൂഷൻസ് ഒക്കെ വരും. LCMനെ നമ്മൾ HCF ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ HCFനെ നമുക്ക് LCM ആയിട്ട് എഴുതാം. അങ്ങനെയൊക്കെ മാറി മാറി എഴുതാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ LCM HCF എന്ന് പറയുമ്പോഴത്തേനും LCMന്റെ ഫുൾ ഫോം ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് LCM. അതേപോലെ HCF എന്ന് പറയുമ്പോഴത്തേനും ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഹയസ്റ്റ് കോമൺ ഫാക്ടറിനെ പറയുന്ന പേരാണ് HCF. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ ഇത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരു നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തിരിക്കും, അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ 2 നമ്പർ എടുക്കാം. ഇപ്പൊ 2 നമ്പർ എന്ന് പറയുമ്പോഴത്തേനും find the LCM and HCF of 20 and 50. 20 and 50 ഇതിന്റെ LCMഉം HCFഉം കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. LCM കണ്ടുപിടിക്കാൻ പറയുമ്പോഴത്തേനും ഈ 2 നമ്പറിനെയും ചേർത്ത് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പൊ 20, 50 LCM കണ്ടുപിടിക്കാനാണ് ഈ 2 നമ്പർ കൂടെ ചേർത്ത് എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യുക. അപ്പൊ നമുക്കറിയാം 20 എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ചെറിയ വാല്യൂസ് ആണ് എടുക്കേണ്ടത്. ഫസ്റ്റേ നമ്മളൊരു 10ഓ 5ഓ അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല. ഫസ്റ്റ് നമ്മൾ രണ്ടാമത്തെ ടേബിളിൽ പോകും നോക്കണം. 2ഓ 3ഓ അങ്ങനെയൊക്കെയാണ് ഇട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത് വന്ന് 20യും 2 ടേബിളിൽ വരണുണ്ട്, 50യും 2 ടേബിളിൽ വരണുണ്ട്. അപ്പൊ 20 വരുമ്പോഴത്തേനും 10 2s are 20. അതേപോലെ 50 വരുമ്പോഴത്തേനും 25. ഇനി നോക്കുക, വീണ്ടും നോക്കുക. വീണ്ടും 10 വന്ന് 2 ടേബിളിൽ പോകും, പക്ഷെ 25 വന്ന് 2 ടേബിളിൽ പോകില്ല. അപ്പൊ അത് നമ്മൾ നോക്കേണ്ട കാര്യമല്ല. അറ്റ്ലീസ്റ്റ് മാക്സിമം ഒരു നമ്പർ 2 ടേബിളിൽ പോയാൽ അത് വെച്ച് ചെയ്യുക. അപ്പൊ വീണ്ടും 2 ഇടുക, 5 25 പോകത്തോണ്ട് 25 അങ്ങനെ എഴുതുക. ഇനി നോക്കാം, 5ഉം 25 ആണ് വന്നിട്ടുള്ളത്. ഈ 5ഉം 25ഉം 2 ടേബിളിൽ പോകത്തില്ല, 5 ടേബിളിൽ മാത്രമേ പോകുള്ളൂ. അപ്പൊ നമ്മൾ 5 എഴുതുക. 5 1s are 5, 5 5s are 25. വീണ്ടും അത് 5 ടേബിളിൽ 1 1. ലാസ്റ്റ് നമ്മളിവിടെ 1 1 പറഞ്ഞ വരയ്ക്കും ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ ഇതിന്റെ നമുക്ക് കിട്ടിയ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും 2, ഈ സൈഡിലുള്ള നമ്പേഴ്സ് എല്ലാം എടുത്ത് എഴുതുക. 2 into 2 into 5 into 5. ഇത് 1 എഴുതേണ്ട ആവശ്യമില്ല. 2 into 2 into 5 into 5. ഇനി ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 2s are 4, 5 5s are 25. അപ്പൊ 4 into 25 100. So LCM is equal to 100. ഇങ്ങനെ നമുക്ക് LCM കണ്ടുപിടിക്കാൻ പറ്റും. ഇനി HCF കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആ നമ്പേഴ്സിനെ തനിയെ എടുക്കുക. 20യെ തനിയെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക, അതേപോലെ 50യെ തനിയെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 20യെ തനിയെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോഴത്തേനും 2 ടേബിളിൽ 10, 2 ടേബിളിൽ 5, 5 ടേബിളിൽ 1. അതേപോലെ 50യെ ചെയ്യുമ്പോഴത്തേനും 2 ടേബിളിൽ 25, 5 ടേബിളിൽ 5, 5 ടേബിളിൽ 1. അപ്പൊ ഇതിനെ നമ്മൾ എടുത്ത് എഴുതുമ്പോഴത്തേനും 2 into 2 into 5. 20യെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോഴത്തേനും 2 into 2 into 5. അതേപോലെ 50യുടെ എഴുതുമ്പോഴത്തേനും 2 into 5 into 5. നമുക്കിവിടെ കിട്ടിയതിന് നമ്മൾ പ്രോഡക്റ്റ് ഫോമിൽ എഴുതുക. ഇനി നമ്മൾ HCF കണ്ടുപിടിക്കാനായിട്ട് നോക്കുമ്പോഴത്തേനും 2ലും വരുന്ന കോമൺ മാത്രം എടുക്കുക. കോമൺ അല്ലാത്ത നമ്പേഴ്സ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നോക്കിയാണ്, ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പൊ 2ലും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സിന് ഒരു പ്രാവശ്യം എഴുതുക. 2 2, ഒരു 2 എഴുതുക. ഇനി വേറെ നമ്പേഴ്സ്, ഇവിടെ ഒരു 2 ഉണ്ട്, പക്ഷെ ഇവിടെ 2 ഇല്ല. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡിജിറ്റിൽ മാത്രമേ ഉള്ളൂ, ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത നമ്പർ നോക്കുക, 5 ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. അപ്പൊ 2 5 2 പ്ലേസിലുള്ളതുകൊണ്ട് നമ്മൾ ഒരു 5 എടുക്കുക. അപ്പൊ 2 into 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 2 5s are 10. 10 ആണ് HCF, 100 ആണ് LCM. അപ്പൊ ലാസ്റ്റ് നമുക്ക് എഴുതാം, LCM ഈസ് ഈക്വൽ ടു 100, HCF ഈസ് ഈക്വൽ ടു 10. ഇങ്ങനെയാണ് 2 നമ്പേഴ്സ്, 2ഓ 3ഓ 4ഓ എത്ര നമ്പേഴ്സിന്റെ LCMഓ HCFഓ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതാണ് ഒരു സിമ്പിൾ. നമുക്ക് ബോർഡ് എക്സാമിന്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് പേപ്പറിൽ വരാനുള്ള
ഇതുണ്ട്. ഈ നമ്പേഴ്സിന് ബദലായിട്ട് അവർ ആൽഫബറ്റ്സും ചോദിക്കാം. പി ക്യു അങ്ങനെ ABCD ആൽഫബറ്റ്സും വെച്ച് ചോദിക്കാം. ഏത് ചോദിച്ചാലും ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരേ ഫോർമുല തന്നെയാണ്, ഒരേ ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് LCMും HCFും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.